അപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു അംഗീകാരം നൽകി. ഈ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യനെ പിന്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പിശാച് ചെയ്യാറുള്ള വലിയൊരു പണിയാണ് എപ്പോഴും ആക്ഷേപിക്കുക എന്നുള്ളൊരു സ്വഭാവം. മൗലവിമാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, ആജ്യന്മാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക, നേതാക്കന്മാരൊക്കെ കണക്കന്നെ എന്ന് പറയിപ്പിക്കുക. ഇങ്ങനൊരു പണി ശൈത്താൻ വല്ലാതെ ചെയ്യലുണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ ശൈത്താൻ്റെ വലയപ്പെട്ടാൽ അങ്ങനെ പറയും, രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെയാണ്, ആജ്യന്മാരൊക്കെ നമ്മക്കറിയാലോ, മൗലവിമാരൊക്കെ കണക്കന്നെ എന്നൊക്കെ പറയും. വാസ്തവത്തിൽ അറിയുന്ന ഒരു മൗല്യര് ചിലപ്പം കണക്കൈക്കാരം. എല്ലാ മൗല്യന്മാരും കണക്കാന്ന് പറഞ്ഞാൽ ആദം നബിയാണ് ഏറ്റവും വലിയ മൗല്യര്. ആജ്യമാരൊക്കെ കണക്കന്നെ എന്ന് പറഞ്ഞാൽ സയ്യിദ്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ആദ്യത്തെ ആജ്യര്. രാഷ്ട്രീയക്കാരൊക്കെ കണക്കന്നെ എന്ന് പറഞ്ഞാൽ 1,24,000 അമ്പിയാക്കൾ വന്നതിൽ എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് മഹാനായ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുകൊണ്ട് നമ്മൾ വിഷയങ്ങളെ വളരെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന് സാന്ദർഭികമായി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇൽമിനും ഇൽമിന്റെ അഹ്ലുകാർക്കും ഈ ശരീഅത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.